പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധരുടെയും തിരുനാമത്തിൽ ആമീൻ. ക്രിസ്തുവിനാൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നല്ലൊരു പ്രഭാതം ഏവർക്കുമായിട്ട് നേരുന്നു. ദൈവം ഈ പ്രഭാതത്തിൽ നമുക്ക് തന്ന എല്ലാ നന്മകൾക്കും ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് പ്രത്യേകമായിട്ടും കത്തോലിക്ക സഭ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം കോൺസ്റ്റാന്റിനോപ്പിളിലെ മെത്രാപ്പോലിത്ത ആയിരുന്നു. അതുപോലെ തന്നെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ആദ്യകാല പിതാക്കന്മാരിൽ ഒരാളായിരുന്നു. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം സ്വർണ്ണ നാവുകാരനെന്ന് അറിയപ്പെടുന്നു. കാരണം പ്രഭാഷകൻ എന്ന രീതിയിലും അതുപോലെ തന്നെ ധാരാളം പ്രസംഗങ്ങൾ ചെയ്ത രീതിയിലും അദ്ദേഹം അറിയപ്പെടുന്നു. അന്ത്യോക്യയിൽ 344 ആയിരുന്നു ജനനം. 26-ാമത്തെ വയസ്സിൽ തന്നെ പൗരോഹിത്യവുമായിട്ട് ബന്ധപ്പെടുത്തി അദ്ദേഹം 6 ഗ്രന്ഥങ്ങൾ രചിക്കുകയുണ്ടായി. പിന്നീട് പുതിയ നിയമത്തെയും പഴയ നിയമത്തെയും അധികരിച്ച് ധാരാളം പ്രഭാഷണങ്ങൾ ചെയ്യുകയും ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദിനം വളരെ സന്തോഷകരമായ ഒന്നാണ്. കാരണം പത്തനംതിട്ട ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പോലിത്തയായിരുന്ന യൂഹാനോൻ മാർ ക്രിസോസ്റ്റം മെത്രാപ്പോലിത്ത തിരുമനസ് തൻ്റെ നാമഹിതക തിരുനാൾ ഇന്ന് ആചരിക്കുന്നു. ഈ അവസരത്തിൽ വന്യ പിതാവ് നമ്മുടെ രൂപതയെ എപ്രകാരം വളർത്തി ഇപ്പോൾ അഭിവന്യ പിതാവ് ആയിരിക്കുന്ന ഇടങ്ങളിൽ ആയുസ്സോടും ആരോഗ്യത്തോടും ആയിരിക്കുവാനായിട്ട് സർവശക്തൻ്റെ എല്ലാ കൃപകളും നന്മകളും ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി തന്നിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളാണ്. സ്നേഹമുള്ളവരെ, 13-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഈശോ വിതക്കാരൻ്റെ ഉപമ പറയുന്നുണ്ട്. വിതക്കാരൻ്റെ ഉപമ പറയുകയും അത് വിശദീകരിക്കുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് കടുകുമണിയുടെയും പുളിമാവിൻ്റെയും ഉപമ പറയുന്നു. പിന്നീടാണ് ഈശോ 44 മുതൽ 52 വരെയുള്ള വചനഭാഗങ്ങളിൽ പറഞ്ഞു വയ്ക്കുന്ന ഉപമകൾ നിധിയുടെയും അതുപോലെ തന്നെ രത്നത്തിൻ്റെയും വലയുടെയും ഉപമ. ഈ ഉപമകളെല്ലാം ഈശോ പറഞ്ഞത് സ്വർഗരാജ്യവുമായി ബന്ധപ്പെടുത്തിയായിരുന്നു. എല്ലാ കാര്യങ്ങളും ഈശോ സ്വർഗരാജ്യവുമായി ബന്ധപ്പെടുത്തിയാണ് പഠിപ്പിച്ചിരുന്നത്. ഈ 13-ാം അധ്യായം 44-ാം തിരുവചനത്തിൽ സ്വർഗരാജ്യത്തെ നിധിയോട് ഉപമിക്കുകയാണ്. നിധി എന്നത് നമുക്കറിയാം, സമ്പത്തിൻ്റെ ഒരു ശേഖരമാണ്, അതൊരു സൗഭാഗ്യമാണ്, അതൊരു കലവറയാണ്. അപ്പോൾ ഈ നിധി കണ്ടെത്തുന്ന ഒരു മനുഷ്യൻ, രാപകൽ വയലിൽ പണി ചെയ്യുന്ന ഒരു മനുഷ്യൻ ഇത് കണ്ടെത്തുമ്പോൾ അത് ആരോടും പറയാതെ ആരെയും അറിയിക്കാതെ അത് മറച്ചു വെച്ച് അവൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ നിധി സ്വന്തമാക്കുന്നു. അതുപോലെ തന്നെയാണ് ഈശോ പറഞ്ഞു വെക്കുന്നത്, ഒരു നല്ല വ്യാപാരി നല്ല ഒരു രത്നം തേടി എത്തുന്നത് പോലെയാണ് സ്വർഗരാജ്യം എന്ന്. ആ വ്യാപാരി ഒരു വലിയ അന്വേഷകനാണ്. അവൻ അന്വേഷിക്കുന്നത് ആരുടെയും കൈകളിൽ ഇല്ലാത്ത വളരെ വിരളമായ ഒരു രത്നം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. അത് കണ്ടെത്തി കഴിയുമ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ രത്നം വാങ്ങിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്രകാരം നാം ഒരു നിധി കണ്ടെത്തിയാൽ നമുക്കുള്ളതെല്ലാം വിറ്റ് നമ്മൾ അത് വാങ്ങിക്കുകയില്ലേ? അത് നമ്മൾ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുകയില്ലേ എന്ന്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസത്തെ നമ്മൾ വളരെ മൂല്യമുള്ളതായി കാണുന്നുണ്ട്. അതിനുവേണ്ടി നാം ഒരുപാട് ചെലവുകൾ നാം ചെയ്യാറുമുണ്ട്. അപ്പോൾ അത് വിദ്യാഭ്യാസം ഒരു വലിയ ധനമാണ് എന്ന തിരിച്ചറിവ് കൊണ്ടാണ്. അപ്പോൾ സ്വർഗരാജ്യത്തെ അപ്രകാരം വളരെ പ്രാധാന്യമുള്ള മൂല്യമുള്ള ഒന്നായിട്ട് ക്രിസ്തുനാഥൻ പഠിപ്പിക്കുന്നു. ഈ സ്വർഗരാജ്യത്തെ നാം ഓരോരുത്തരും അവകാശമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഉപേക്ഷ ആവശ്യമാണ്. ആ ഉപേക്ഷ ഒരു അനിവാര്യമായ ഘടകമാണ്. ആ ഉപേക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദൈവരാജ്യം സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നശ്വരങ്ങളായത്, അതുപോലെ തന്നെ അപ്രാധാന്യങ്ങളായത്, മൂല്യങ്ങൾ ഇല്ലാത്തത്, മൂല്യങ്ങൾ കുറവുള്ളതുമായിട്ടുള്ള നമ്മുടെ കൈകളിലെ വസ്തുക്കൾ നാം ഉപേക്ഷിച്ചെങ്കിൽ, നാം അപ്രകാരം ഒരു നിലപാട്
എങ്കിൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ഇപ്രകാരമുള്ള മൂല്യമുള്ള വിലപിടിപ്പുള്ളത് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, അതുപോലെ തന്നെ വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ ഒക്കെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ക്രിസ്തുവിനെ പ്രതി, ദൈവരാജ്യത്തെ പ്രതി എല്ലാം നഷ്ടപ്പെടുത്തിയ വ്യക്തികളായിരുന്നു. അതിൻ്റെ മകുട ഉദാഹരണങ്ങളായി തന്നെ സമർപ്പിത ജീവിതം നയിക്കുന്നവർ, പ്രേക്ഷിത ജീവിതം നയിക്കുന്നവർ ഒക്കെ വലിയ സാക്ഷ്യങ്ങളായിട്ട് നിൽക്കുകയാണ്. സ്നേഹമുള്ളവരെ, പിന്നീട് ഈശോ പറഞ്ഞു വയ്ക്കുന്നത് സ്വർഗരാജ്യം ഒരു വലയ്ക്ക് തുല്യമാണെന്ന്, കടലിൽ എറിയപ്പെടുന്ന ഒരു വലയ്ക്ക് തുല്യമാണ്. അപ്പോൾ അതിൽ എല്ലാത്തരം മത്സ്യങ്ങളും അകപ്പെടും. ഈ മത്സ്യങ്ങൾ അകപ്പെടുന്ന വലയുമായി കരയ്ക്ക് കയറുന്ന മീൻപിടുത്തക്കാർ പിന്നീട് നടത്തുന്നത് ഒരു തെരഞ്ഞെടുപ്പാണ്, അല്ലേ? അതായത് നല്ല മത്സ്യങ്ങൾ പാത്രങ്ങളിൽ ശേഖരിക്കും, മോശമായതിനെ തിരസ്കരിക്കും, തള്ളിക്കളയും. യുഗാന്ത്യത്തിൽ ഇതുപോലെ തന്നെ സംഭവിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, യുഗാന്ത്യത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ എഴുന്നള്ളുമ്പോൾ നീതിമാന്മാരെയും ദുഷ്ടന്മാരിൽ നിന്നും ദൈവദൂതന്മാർ വേർതിരിക്കും. നീതിമാന്മാരെ സ്വർഗത്തിലേക്കും ദുഷ്ടന്മാരെ എരിയുന്ന അഗ്നിയിലേക്കും വലിച്ചു എറിയപ്പെടും. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ നമുക്ക് അറിയാവുന്നതാണ്, നമ്മളത് കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മനുഷ്യൻ്റെ തിന്മ നിമിത്തം ദൈവം വലിയ ഒരു പ്രളയം അയച്ചു. ആ പ്രളയത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി നോഹയും കുടുംബത്തെയും മൃഗജാലങ്ങളിൽ ഓരോ ജോഡി വീതവും പെട്ടകത്തിലേക്ക് കയറുവാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നു. അവിടെയും ഒരു തെരഞ്ഞെടുപ്പാണ് നടത്തപ്പെടുന്നത്. അതുപോലെ തന്നെ സൃഷ്ടിയുടെ അവസാനത്തിലും യുഗാന്ത്യത്തിലും ഇതേപോലെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തപ്പെടും എന്ന് യേശു പറഞ്ഞു വയ്ക്കുകയാണ്. അതിൻ്റെ അവസാനത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്: സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും പുതിയതും പഴയതും തിരഞ്ഞെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യം എന്ന്. അതായത് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ നാം പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവൃത്തി കൊണ്ട് മാത്രം അർത്ഥമാവുകയില്ല, അതിനെ തുടർന്നും സ്വർഗരാജ്യത്തിൽ നാം ആയിരിക്കുമ്പോഴും പ്രവർത്തനാനിരതരായിരിക്കണം എന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ പ്രഭാതത്തിൽ പ്രത്യേകമായിട്ടും നമുക്ക് തന്നിരിക്കുന്ന ഈ വേദഭാഗത്തിലൂടെ നമുക്ക് ക്രിസ്തുവിനെ കണ്ടെത്താം. ക്രിസ്തുവിനെ നമ്മുടെ വചന വായനകളിലൂടെ അനുദിന ജീവിതത്തിലൂടെ നാം കണ്ടെത്താനായാൽ അതാണ് ഏറ്റവും വലിയ ദൈവരാജ്യം എന്നുള്ളത്. ആ ദൈവരാജ്യം നമ്മളിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ആനന്ദം അനുഭവിക്കും. ആ ആനന്ദം തീർച്ചയായിട്ടും അത് നമുക്ക് മറച്ചു വയ്ക്കുവാനായിട്ട് സാധിക്കുന്ന ഒന്നല്ല. തീർച്ചയായിട്ടും ആ ആനന്ദം പ്രകാശപൂരിതമാകേണ്ടതാണ്. അപ്രകാരം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾക്ക് പ്രകാശപൂരിതമായി ജീവിതമായി നയിക്കപ്പെടുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ പറയുന്നുണ്ട്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ. സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും അത് തന്നെ ആയിരിക്കട്ടെ. സ്വർഗരാജ്യം നാം പ്രാപിക്കുവാൻ, ക്രിസ്തുവിൽ നാം ആയിരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവം നമ്മളെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ തിരുനാമത്തിൽ ആമേൻ.